ഇടുക്കിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പിടിവാശിയിൽ അംഗനവാടിയുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി പരാതി. കട്ടപ്പന ടി.ബി. ജംഗ്ഷനിലെ അംഗൻവാടിയുടെ പ്രവർത്തനത്തിനാണ് പ്രതിസന്ധി നേരിടുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നും അംഗൻവാടി ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നതായാണ് പരാതി. കട്ടപ്പന ടി.ബി. ജംഗ്ഷനിലെ 145 നമ്പർ അംഗനവാടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന PWD കെട്ടിടത്തിൽ നിന്നും മാറ്റാനുള്ള ശ്രമം പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നതായാണ് ആരോപണം. അങ്കണവാടിയുടെ വികസന പദ്ധതികൾക്കും PWD അധികൃതർ തടസ്സമാവുന്നതായാണ് പ്രധാന പരാതി. വൈദ്യുതിയും വെള്ളവും മുടങ്ങിയതിനെ തുടർന്ന് അങ്കണവാടി ജീവനക്കാർ MLAക്കും കളക്ടർക്കും നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ PWDക്കും നഗരസഭയ്ക്കും ഉത്തരവ് നൽകി. എന്നാൽ ഈ ഉത്തരവ് മറച്ചുവെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി അധികൃതരും അങ്കണവാടി മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും മുനിസിപ്പാലിറ്റി വാടക കെട്ടിടം കണ്ടെത്തി നൽകിയില്ലെന്നും പരാതിയുണ്ട്. കറണ്ട് ഇവിടെ ലഭ്യമല്ലാത്തതിനാൽ അംഗനവാടിയുടെ പ്രവർത്തനം കറണ്ടുള്ള ഒരു ബിൽഡിംഗിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് തന്നു. ആ കത്തിന് പ്രകാരം ഞാൻ വാടക ബിൽഡിങ്ങുകൾ അന്വേഷിക്കുമ്പോൾ 12,000 13,000 രൂപയാണ് ഒരു കെട്ടിടത്തിന്റെ വാടക പറയുന്നത്. നിലവിൽ നമുക്ക് 4,000 രൂപ മുതൽ 6,000 രൂപ വരെ സർക്കാരിൽ നിന്ന് ഫണ്ടുണ്ട്. അപ്പോൾ ബാക്കി പൈസ നമുക്ക് കൊടുക്കാനുള്ള മാർഗമില്ലാത്തതിനാൽ ഇവിടെ തന്നെ തുടരണമെന്നാവശ്യപ്പെട്ട് ഞാൻ ഗവൺമെന്റിലേക്കും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പല പ്രാവശ്യം നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. മറ്റൊരിടത്തേക്ക് അംഗനവാടി മാറ്റിയാൽ ഈ മേഖലയിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. അംഗൻവാടിയിൽ കുട്ടികൾക്ക് വെള്ളം കിട്ടുന്നില്ല. വെള്ളത്തിന്റെ അവസ്ഥ മലിനമായിട്ടുള്ള ജലമാണ് കിട്ടുന്നത് കണ്ടു. നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും അധികാരികൾ അതിനുള്ള തീരുമാനം ഉണ്ടാക്കി തരണം. ടീച്ചറെ മാറ്റാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അവരിവിടുന്ന് ഈ ബിൽഡിംഗ് മാറ്റാനുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തുണ്ടെന്ന് തോന്നുന്നു. നമുക്കത് ബുദ്ധിമുട്ടുണ്ടല്ലോ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഇവിടെ തന്നെ അംഗനവാടിയുടെ പ്രവർത്തനം നിലനിർത്തുവാൻ കട്ടപ്പന നഗരസഭ ഇടപെടണമെന്നാണ് അംഗനവാടി ജീവനക്കാരും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കട്ടപ്പന.